ചടങ്ങിന്റെ അധ്യക്ഷരെ, ഉസ്താദുമാരെ, കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഇന്ന് നബിദിനമാണല്ലോ. ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണചിതരായ പ്രവാചക പ്രഭു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ദിനം. ഈ അവസരത്തിൽ ഇവിടുത്തെ മദീഹിൽ നിന്ന് അല്പം പറഞ്ഞ് ഞാൻ ചുരുക്കാം. അറിവ്, ശക്തി, ഭക്തി, സ്വഭാവം തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ജ്വലിച്ചു നിൽക്കുന്ന പ്രഭയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, നിങ്ങളിൽ അറിവും ഭക്തിയും അധികരിച്ചവൻ ഞാനാകുന്നു. എനിക്ക് മുൻഗാമികളുടെ അറിവ് നൽകപ്പെട്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശക്തിയെ കുറിച്ച് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത് ഇപ്രകാരമാണ്: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 30 പേരുടെ ശക്തി നൽകപ്പെട്ടിരിക്കുന്നു എന്ന് ഞങ്ങൾ പറയുകയുണ്ടായി. സ്വഭാവ ഗുണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതുല്യ വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ ഗുണത്തെപ്പറ്റി ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞ മറുപടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഖുർആനാണ് എന്നാണ്. സാമൂഹ്യ നന്മയുടെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുൻപന്തിയിലായിരുന്നു. മനുഷ്യർക്ക് മാത്രമല്ല ഇതര ജീവികൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗുണം ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഏറെ സ്നേഹിക്കേണ്ട വ്യക്തിത്വമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത്. പ്രവാചക പ്രേമികളായി ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും നാഥൻ അവസരം നൽകട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു. വാഹിദ് ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.